ഹായ് ഫ്രണ്ട്സ്, സബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അവിടെ വന്നിരിക്കുന്നത് ഒരു മലയാള സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ഉള്ളൊഴുക്ക്. ക്രിസ്റ്റോ ടോമി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഉർവശി, പാർവതി തിരുവോത്ത്, പ്രശാന്ത് മുരളി, അർജുൻ രാധാകൃഷ്ണൻ, അലൻസിയർ, അതുപോലെ തന്നെ ജയാക്കുറുപ്പ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അക്ഷരം തെറ്റാതെ ഉർവശിയെ വിളിക്കാം ലേഡീസ് സൂപ്പർ സ്റ്റാർ. പെർഫോമൻസുകളുടെ അയ്യര് കളി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ പെർഫോമൻസ് കിടിലം തന്നെയായിരുന്നു. മൊത്തത്തിൽ ഈ സിനിമയിൽ അഭിനയിച്ച് ഞാൻ ഇത്രയും പേരുകൾ പറഞ്ഞല്ലോ, അതായത് ഉർവശി ആയിക്കോട്ടെ, പാർവതി തിരുവോത്ത് ആയിക്കോട്ടെ, അലൻസിയർ ആയിക്കോട്ടെ, അർജുൻ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, പ്രശാന്ത് മുരളി ആയിക്കോട്ടെ, പിന്നെ ജയാക്കുറുപ്പ് ആയിക്കോട്ടെ, പിന്നെ പ്രശാന്ത് മുരളി ഉർവശിയുടെ മകളായിട്ടൊരു കുട്ടി വരുന്നുണ്ട്, അവരുതായിക്കോട്ടെ, ഈ 7 കഥാപാത്രങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇവരുടെ ഓരോരുത്തരെയും പെർഫോമൻസ്, എണ്ണം പറഞ്ഞ പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത എന്നുള്ളത്. പക്കാ റിയലിസ്റ്റിക് ഡ്രാമ മൂവിയാണ്. വളരെ സ്ലോ ബേസിൽ പറഞ്ഞു പോകുന്ന സംഭവമാണ്. ഉർവശി അവതരിപ്പിക്കുന്ന ലീലാമ്മ എന്ന് പറഞ്ഞ കഥാപാത്രവും അതുപോലെ തന്നെ പാർവതി തിരുവോത്ത് അവതരിപ്പിക്കുന്ന അഞ്ജു എന്ന് പറഞ്ഞ കഥാപാത്രവും, ഈ 2 കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ കഥയാണ് സിനിമ എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഈ 2 കഥാപാത്രങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളും ലീലാമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം പകർന്നാണ് തന്നെ പറയാം. ഉർവശിയെ നമ്മൾ കാണില്ല, ലീലാമ്മ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ നമുക്ക് അതിൽ കാണുള്ളൂ. അതുപോലെ തന്നെ പാർവതി തിരുവോത്തായിക്കോട്ടെ, അഞ്ജു പറഞ്ഞ ഒരു കഥാപാത്രം ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എന്തായാലും കഥ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുക. കഥയെക്കുറിച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പെർഫോമൻസുകളുടെ അയ്യരുകളി തന്നെ പറയാം. കിടിലം പെർഫോമൻസുകളായിരുന്നു. എല്ലാവരും ഒരു വ്യത്യസ്തമായ പലർക്കും പല ലേയേഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ലേയേഴ്സ് ഉള്ളതാണ്. ഓരോ കഥാപാത്രത്തിൻ്റെ പെർസെപ്റ്റീവിൽ, അതായത് ആ ഒരു ഇതിൽ നമ്മൾ ആ ഒരു സ്റ്റോറി, ആ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ പല രീതിയിൽ ഈ സിനിമ ചെയ്യാവുന്ന രീതിയിലാണ് പലരുടെയും ആ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഓരോ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. നമുക്ക് ആരെ ഭാഗത്താണ് ശരി എന്നുള്ളത്, ഓരോ സംഭവം അത് അവരുടെ ഭാഗത്താണ് ശരി, അത് ഇങ്ങനെ കഴിഞ്ഞു പോകാൻ, അത് ഇവരുടെ ഭാഗത്തല്ല ശരി, ആ രീതിയിലേക്ക് സിനിമ മുന്നോട്ട് പോവുകയാണ്. അതായത് നമുക്ക് എല്ലാവരും എന്താ പറയുക, നമ്മൾ ഇന്ന ആ ഭാഗത്തായിരിക്കും ശരി എന്നുള്ളതിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്തായിരിക്കും നേരെ തിരിയുക. ആ രീതിയിലാണ് മൊത്തത്തിൽ സിനിമ പോകുന്നതാണ്. ക്ലൈമാക്സിലെത്തി നോക്കുന്ന സമയത്ത് അത്രയും നേരം ആ ഒരു രീതിയിൽ കൊണ്ടുപോയ സംഭവം ക്ലൈമാക്സിൽ എനിക്ക് അത്ര അങ്ങോട്ട് യോജിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ക്ലൈമാക്സ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സ്പോയിലർ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാതിരുന്നത്. അപ്പം ഇത് തന്നെയാണ്, ഒരു ഉള്ളൊഴുക്ക് തന്നെയാണ്. അതായത് ഉള്ളിലെ ഒഴുക്കുകൾ, ഓരോ കഥാപാത്രത്തിൻ്റെ ഉള്ളിലെ ഒഴുക്കുകൾ, അതാണ് ഈ സംഭവം, ഇതിൽ പറഞ്ഞു പോകുന്ന സംഭവം. ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയിൽ കിട്ടിയ ഓരോരുത്തരെയും കിട്ടിയ റോളുകൾ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ അഭിനയ മത്സരം എന്നൊക്കെ പറയില്ല, ആ രീതിയിലായിരുന്നു ഓരോരുത്തരും. അതുപോലെ ഏറ്റവും ഇതായിട്ടും ആ ഒരു ഉർവശിയും പാർവതി തിരുവോത്തും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീനുകളൊക്കെ സൂപ്പറായി തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് അക്ഷരം തെറ്റാതെ ഉർവശിയെ വിളിക്കാൻ പറ്റും ലേഡീസ് സൂപ്പർ സ്റ്റാർന്ന്. വേറെ ആരില്ല, ഉർവശി തന്നെയാണ് മലയാളത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നുള്ളത് 100% അടിവരയിടുന്ന പെർഫോമൻസ് ആയിരുന്നു ഉള്ളൊഴുക്ക് എന്ന ഈ ഒരു സിനിമയിൽ എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഇപ്പോൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ. ഇതിൽ സുഷിൻ ശ്യാം മ്യൂസിക് ആരാ ചെയ്തതുള്ളത് ഒരു പേര് കണ്ട്, സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് നമ്മൾ പല സിനിമകളിലും കണ്ടാണ്. നമ്മളെ എന്താ പറയുക, അത്രയും ഗംഭീരമായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ഒരു സിനിമയിൽ എന്താണ് സുഷിൻ ശ്യാം ചെയ്യാനുള്ളത് എന്നുള്ളത് ഞാൻ നോക്കിപ്പോയി. പക്ഷെ ആ ഒരു മ്യൂസിക് എന്ന് പറഞ്ഞത് ഇതും ഒരു മ്യൂസിക്കാണ്. അതായത് ഇതും ഇങ്ങനെയും ചെയ്യാം, സുഷിൻ ശ്യാമിന് ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തരുന്ന സംഭവമാണ്. സ്കോറിംഗ് ആയിരുന്നു ഈ സിനിമയിൽ ഉള്ളതെന്നാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ല ഈ ഒരു സിനിമ എന്നുള്ളത്. പക്ഷെ എന്നാലും പെർഫോമൻസുകൾ കാണാൻ, സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു സിനിമ, അവരുടെയൊക്കെ പെർഫോമൻസുകൾ കൊണ്ടുള്ള ഒരു ഇമോഷണലി നമുക്ക് അറ്റാച്ച് ആവുന്ന ഒരു സിനിമ. നാച്ചുറൽ ആക്ടിങ്,
ഇമോഷണൽ പക്ക ഡ്രാമ റിയലിസ്റ്റിക് ഡ്രാമ എന്നുള്ള രീതിയിലൊക്കെ സിനിമയെ സമീപിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല എല്ലാ സംഭവങ്ങളും ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, അത് ഞാൻ ആദ്യം പറയുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പെർഫോമൻസുകളുടെ രീതിയിൽ പെർഫോമൻസുകൾ കാണാൻ എന്തായാലും സിനിമയ്ക്ക് കയറാം, ടിക്കറ്റ് വർത്താണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കണ്ടു നോക്കാം. എന്തായാലും ഇത്തവണത്തെ ഒരു അവാർഡെങ്കിലും ഒരവാർഡല്ല ഒരുപാട് അവാർഡുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒന്നെങ്കിലും കിട്ടാതിരിക്കില്ല. ഉർവശിക്കോ പർവ്വതി തിരുവോത്തിനൊക്കെ മികച്ച എന്താ പറയുക പെർഫോമൻസിനുള്ള അവാർഡുകളൊക്കെ കിട്ടാതിരിക്കില്ല എന്നുള്ളതാണ്. എന്നാലും കണ്ടുവെക്കുക. കണ്ടുകൊണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണത്തെ വീഡിയോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.